കാട് കണ്ടില്ലേ? വലിയൊരു കാടാണ്.
വിഘ്നേഷ്. വിഘ്നേഷാ, വെരി ഗുഡ്. എവിടെ സ്ഥലം എവിടെയാ? അലുവല. എന്താ ചെയ്യുന്നത്? ബോംബെയിലാ. ജോലിയാ? നന്നായി വരട്ട് അമ്മ അല്ലേ ഉയരത്തിലേക്ക് എത്തിക്കട്ടെ ഇനി അല്ലേ? എത്തും, തീർച്ചയായും എത്തും, ഒരു സംശയം വേണ്ട. സായി റാം പറ. സായി റാം തിരിച്ചു വരണ്ടേ? സായി റാം നമസ്തേ. നമസ്തേ. എന്താ പേര്? ഞാൻ ഡോക്ടർ അനിൽകുമാറാണ്. ഇത് നമ്മൾ ശിഷ്യൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മുമ്പിട്ട് ചണ്ഡിക ഹോമം കഴിഞ്ഞപ്പോൾ കുർബാവതി ക്ഷേത്രത്തിൽ അല്ലേ, പള്ളിക്കുന്ന് കുർബാവതി ക്ഷേത്രത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് ശ്രീചക്രം, വീട്ടിൻ്റെ അകത്താണ് ശ്രീചക്രം കൊണ്ടേക്കാൻ ഒരു പെർമിഷൻ കിട്ടി. ഭഗവതി അവിടെയാണ് കയറിയിരുന്നത്, ക്ഷേത്രത്തിലല്ല കയറിയിരുന്നത്, ഇവിടെ വീട്ടിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ കയ്യാലകത്ത് ഭഗവതിയുടെ അടുത്ത് വന്നപ്പോഴും ഒരു സൂപ്പർ പവർ അല്ലേ, ഐ സൂപ്പർ പവർ അല്ലേ, നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പ്രത്യേകതയുണ്ട് അല്ലേ? ഇവിടെ വരുമ്പോൾ ശരിക്കും മനസ്സൊരു കൂളിംഗ് വരുന്നില്ലേ? കൊല്ലൂർ പോയ ഒരു അനുഭൂതി, പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാതെന്തോ അല്ലേ, അങ്ങനെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബ് അല്ലേ? അപ്പോൾ നല്ല നമസ്കാരം. ഒന്ന് ക്ലിനിക്ക്, എൻ്റെ ക്ലിനിക്ക് അഴീക്കോട് ഡെന്റിസ്റ്റ് ആണ്. അഴീക്കോട് വൻകുളത്തുവായാലും അഴീക്കോട് ഹൈസ്കൂളിന് നേരെ മുന്നിലാണ്. ഒന്ന് ഫോൺ നമ്പർ പറഞ്ഞേക്കും. എൻ്റെ ഫോൺ 9446836729 ആണ്. വിളിച്ചാൽ കിട്ടുമല്ലോ അല്ലേ? നല്ല ഡെന്റിസ്റ്റ് ആണ്. കാരണം അദ്ദേഹം പിന്നെ അങ്ങനെ മറ്റുള്ളിടത്ത് പോലെ അങ്ങനെ പൈസക്കാർ വന്ന് ചെയ്യുന്നൊന്നല്ല, എന്നാലും അദ്ദേഹം മിതമായിട്ടുള്ള ലെവലിൽ സാധാരണ മറ്റുള്ള ഡെന്റിസ്റ്റുകൾ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ടും നല്ല മെറ്റീരിയൽസാണ്, എല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട്. എനിക്കറിയുന്നതാണ്, നമ്മുടെ ശിഷ്യക്കുട്ടി ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, അതെ നല്ല കുട്ടിയാണ്. അങ്ങനെ ഒരാളെ അർത്ഥിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും അങ്ങനത്തെ പൈസ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. നല്ലൊരു ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ വരുന്ന ആൾക്കാരെ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു മീഡിയം, പറ്റുന്ന ലെവലിൽ ഒരാൾക്കുണ്ടല്ലോ ഒരു ജോലി ചെയ്യുമ്പം അതിന് കൂലിയും വേണ്ടേ, പറ്റുന്ന ലെവലിൽ അദ്ദേഹം ചെയ്തു തരും. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് വൻകുളത്ത് വയലിൽ പോയാൽ മതി, അദ്ദേഹം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. നല്ല നമസ്കാരം. പ്രത്യേകിച്ച് എടുക്കണം എന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് എടുക്കണം. ചോറ് കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ പമ്പം പരാതി. പായസം ഇടക്കിടക്ക് എന്തോ കുടിക്കുന്നുണ്ടോ? ഓരോ സ്പെഷ്യലാണ്. ഒരു മുട്ടയുണ്ടോ? മുട്ടയാ മുട്ട നിങ്ങൾ കഴിച്ചോ? കുറിച്ചാണ്
ട്രൈ എന്നാ മോളെ വരുന്ന പ്രീതിയാ ആ നല്ല വരാമല്ലോ. നടിയോ ഒരാളോ കേൾക്കുന്നു. ഭക്ഷണം തന്നിട്ടില്ല വരാൻ പാടില്ല, അതിനാ എടുക്കുന്നത്. കഴിക്കണം. ചെയ്യുന്ന കൂട്ടം എടുക്കണം അല്ലേ? ആ വീട് നല്ല ഉപ്പാന പണിയാണ്. ഉപ്പാനാണ് അതായത് അയാൾ മുറിക്കെല്ലാം മനസ്സിലാവുക അല്ലേ? അല്ല കണ്ണും കൂടി ചെയ്യുന്നുണ്ടോ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. എൻ്റെ പേര് കളിക്കാതിരിക്കാം. അതെയാ ബപ്പ് ഇവരുടെ അച്ഛൻ്റെ വാസുദേവൻ്റെ പണ്ട് കാണുമ്പോൾ അച്ഛൻ്റെ പോലെ തോന്നില്ല. ഞാൻ അങ്ങനെ നല്ല ഹിമാലയത്തിലാണ്. എൻ്റെ പേര് കണ്ണൂർ. എൻ്റെ ഒരു ശ്രീനാഥ്. എവിടെയാ വീട്? ഇവിടെ തന്നെ, ഇതിൻ്റെ അപ്പുറം. ഇവിടെ തന്നെ അല്ലേ? ഇവർപ്പുറ കൂടിയിട്ടില്ല. ആ നമ്മൾ കലവറയിൽ നിങ്ങൾ അടിപൊളി ഭക്ഷണം ഇവിടെ റിപ്പോർട്ട് അല്ലേ? അത് കേട്ടോ. നിങ്ങൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ കൂലിയതാണ് ഏറ്റവും വലുത്. എത്രയൊക്കെ ഭക്ഷണം മടിക്കും തയ്യാറാണ് അല്ലേ? നിങ്ങൾ ഒരു മടിയിലാണ്, ഫുൾ എനർജിയോട് ദേവിയില്ല അല്ലേ? നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് നമ്പർ പറഞ്ഞു. കളരിവാതിക്കൽ വന്നാൽ മതി. വാസുദേവൻ. അത് മനസ്സിലായി. നമ്പർ പറഞ്ഞേക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടിക്കില്ലേ? കളിവാതിക്കൽ മാത്രമല്ല, ദൂരത്തെ പേരിലോട്ട് 9446413938. ഹലോ നമസ്കാരം. लक्ष्मी वेदादिस्तात्रे महालक्ष्मी महाहृदयं समर्पयामि नमस्कार. ഇത് ഋഷി ഇരിക്കുന്ന സ്ഥലമാണ്. ചണ്ഡീഹോമം നടന്നുകൊണ്ടിരിക്കുക. സന്താന സൗഭാഗ്യത്തിന് കുട്ടികൾക്ക് തൊട്ടിൽ സമർപ്പിച്ചാണ്. മുമ്പിട്ട് ഇവിടെ ഗുരുവാന്നുണ്ടായത് കേട്ടോ ഫസ്റ്റ്. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായത്.
देवे वृद्धागताबाधे पूर्णयामापदोषणं वात्सलं वैद्यबालेन बाणे साम्राज्यसाङ्गजं स्वाहा ॐ मुद्रासमुद्रवीरे गुरुदेव नमः नेत्रदृष्टिकले अनगानमेन्द्रे स्वाहा ॐ दास्यादनाकार्य अस्तादयामासवेश्वरः कर्तर्कर्मकर्तोषरेण्ये नमस्यं स्वाहा परमेद निष्पादमुनेनान्यान्तादयामासमूले स्वाहा ॐ निपात्यप्रधानेकमुद्रामदोरः सिंहपद्मनादेव्याशोपञ्चक्रस्वामिका स्वाहा ॐ द्वारगोपान् महावीरकृष्णहेदः चण्डाभ्यां वरदानच्चान्विषयपदनादय स्वाहा ॐ एकभ्रमणविषिर्नामहेन्द्रस्यविषीर्यदा लाङ्गूलेन दष्टाभिप्लावयामासर्वद स्वाहा ॐ धृतशृङ्गविभिन्नाब्जखण्डखण्डयोर्घनाः श्वासानिलास्ता चरदोनिवेदनमदोजला स्वाहा ॐ विधिक्रोधमात्मा समावदन्तं महासनं दृष्ट्वा साजन्निकातापञ्चसुधायतराकरो स्वाहा ॐ साक्षात्पादस्तु विभाजं എവിടെ സ്ഥലം? നമ്മളെ കയ്യിൽ നമ്മളെ തറവാട് ക്ഷേത്രം ഒരാളും മാറലോ എന്തായാലും പണ്ടത്തെ ഒട്ടാകം മാറിയില്ലേ? ഓ മൊത്തം മാറി. ഇപ്പൊ സ്വർഗതുല്യമായി. വരുന്ന ജനങ്ങൾ മുഴുവൻ പറയുന്നു ഇവിടെ സൂപ്പർ പവർ. ശരിക്കും അനുഭവങ്ങൾ പലർക്കും പല പല വിധത്തിലുണ്ട്. അതെ, ഞാനിപ്പോ ഇവിടെ വരുന്ന സമയത്ത് വെറും ഒരു കല്ല് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു തറയിലും ഒരു കല്ല് കാട് പിടിച്ച സ്ഥലം ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത്. പിന്നീട് കുറേ വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ഇവിടെ കാലുകുത്തുന്നത്. അതുവരെ ഇങ്ങനെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയായപ്പോൾ ഞാൻ അന്ന് ചവിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അതുവരെയാണ് ഞാൻ നോക്കി കിടക്കുന്നത്. പക്ഷെ അടുത്ത് ഇങ്ങോട്ട് വരുന്നതിന് അതിന്റെ ഫീലിങ്സ് ഈടി അനുഭവപ്പെടും. മുമ്പ് ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ നമ്മൾ അലവിലെ പിന്നെ പൂജാരി നമ്മള് കുളിച്ചു. ഞാൻ വരുന്ന സമയത്ത് അന്നേരം ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നു, വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ തറവാട് അങ്ങനെ കയ്യാലകത്ത് തറവാട്. നമ്മളിതിപ്പോ 3 തറവാട്ടുകാരാണ്. കടവത്തൂരയില്, റേവാരത്ത്. പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾ ഏറ്റവും ഭാഗ്യവന്മാരാണ്. കാരണം നിങ്ങളെ കാലഘട്ടത്തിൽ ഇത് ഈ രൂപത്തിലാക്കി എടുക്കാൻ സാധിച്ചില്ല. അത് ഭഗവതി തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? വേറൊന്നും വേണ്ട. നമ്മളിപ്പോ ഓരോ നമ്മൾ ഇവിടുത്തെ ഓരോ നിർമ്മാണവും ആ ലെവലിലുള്ള അതിന് അതുപോലെ പിന്നെ ഒരു എല്ലാവരും നല്ല ആത്മാർത്ഥമായി ഇതിന്റെ കമ്മിറ്റിക്കാരും ആൾക്കാരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ആരും സ്വന്തം കീശയിലാക്കാൻ വേണ്ടി ആരും ഇന്നൊരു പരിശ്രമിച്ചില്ല. എല്ലാവർക്കും നമ്മളെ ക്ഷേത്രം ഉഷാറാവണം. നമ്മുടെ ദേശം ഉഷാറാണ്. എല്ലാവർക്കും ഏടിയോ കടക്കം ജനങ്ങളടക്കം എത്തിയില്ല. പിന്നെ ഈ ഇത്രയും സൂപ്പർ പവറുള്ള അത് ശരിക്കും ദേവീന്റെ പവറിനെയാണ്. ചണ്ഡികാവ് മുമ്പേ നടന്നില്ലേ? പിന്നെ ഇനിയും ഒരുപാട് സംഭവങ്ങളും വിലുവിൽ ആൾക്കാർ ഇനി ഇവിടെ എത്തിപ്പെടാനുണ്ട്. അതൊക്കെ എത്തിപ്പെടും. എൻ്റെ വാക്കുകൾ ഇത് തെളിവായിട്ടുണ്ട്. അതെ, ഇനി നമുക്ക് അത്യാവശ്യമുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഭക്തന്മാരുണ്ടെങ്കിൽ ഒരു ഓഡിറ്റോറിയം പോലെ ചെറിയൊരു അന്നദാനശാല ആക്കിയിട്ടുണ്ടെങ്കിൽ ആഴ്ചക്ക് അന്നദാനം കൊടുക്കേണ്ടത് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്ഥലമുണ്ട് ഇവിടെ. താൽക്കാലിക ടെന്റാണ്. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതെ, അല്ല അതല്ല, അത് ആടെയല്ലേ, ഇതിന്റെ ബാക്കിൽ തന്നെ സ്ഥലമില്ലേ? അപ്പൊ അത് ഒന്ന് മണ്ണിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം ആയില്ല. അതെ, അത് വരും. ഇത് ജനങ്ങൾ ധാരാളം വരുമ്പോൾ കൊണ്ടുത്തരും. ദേവിയെല്ലാം എടുത്തിട്ടുണ്ട്. കാരണം അത് അവർ കൊണ്ടെത്തിച്ചു. നമ്മളൊന്നിനും തടസ്സമുണ്ടായില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിക്കും. എങ്ങനെയെങ്കിലും അതാണ് നമ്മളെ ഇതിന്റെ പവർ. നമ്മളെ ഇവിടെ എല്ലാവരും ഇവിടെ ഇനിയും കുറച്ചും കൂടി യോജിപ്പോടുകൂടി ഒത്തൊരുമയോടുകൂടി ആൾക്കാർ വരും. അപ്പോൾ അത് കുറച്ചൊരു ഈഗോ പ്രശ്നമായിട്ട് ഇങ്ങനെ മാറി. അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും നല്ല മനസ്സ് വെച്ചാൽ ഇതൊന്നും ഒരു വിഷയമല്ല. അല്ല, എപ്പം അന്നദാനം കൊടുത്തു വെച്ചാൽ അല്ലേ? സ്വന്തമായി നമ്മൾ എന്നോട് ചെയ്തുകൊണ്ടേയിരിക്കും അന്നദാനം. പെങ്ങൾ തന്നെ കേട്ടു. ഇനിയിപ്പം ഒരു മാസം സംക്രമത്തിൽ മാത്രം നയിക്കൂല, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കേണ്ട അവസ്ഥ വരും. മനസ്സ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വരും. ഫണ്ടില്ലാതെ ഒരു പ്രശ്നമാണ്. ഫണ്ട് വരും. ഇത്രയും എത്തിച്ചില്ലേ? എന്നാ നല്ല നമസ്കാരം. ഒരിക്കോട് പേര് പറയും. എൻ്റെ പേര് അജയ്കുമാർ. അജയ്കുമാർ. ഞാനൊക്കെ ബിസിനസ്സാണ്. അല്ലേ? നല്ല നമസ്കാരം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? കാണുന്നിടത്തല്ലേ ഇവിടെ തന്നെയുള്ളത് നോക്കട്ടെ. സത്യമല്ലേ പറഞ്ഞു? തോന്നണേ
ഞാൻ കടിച്ചേക്കല്ലേ എത്ര